ഹലോ പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും അറബിക് ബൂസ്റ്ററിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അഹ്ലം വസഹല. ഓക്കെ, നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും അല്ലേ? പരീക്ഷ എത്താറായി, നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. വളരെ സിമ്പിളാണ് പരീക്ഷ കേട്ടോ, വളരെ എളുപ്പമാണ് പരീക്ഷ. നിങ്ങളുടെ അടുത്ത് പുസ്തകമുണ്ടോ അല്ലേ? പുസ്തകമുണ്ടോ? പുസ്തകം എടുത്ത് വെച്ചിട്ടുണ്ടോ? നമ്മുടെ പുസ്തകത്തിൽ 12ാമത്തെ പേജ് നോക്കൂ. ഇതിൽ കുറേ ജീവികളുടെ പേരൊക്കെ പഠിക്കാനല്ലേ? 12ാമത്തെ പേജ് നോക്കൂ നിങ്ങൾ. ഇവിടെ 12ാമത്തെ പേജ്. ഇതിൽ അവസാനം കൊടുത്തത് കണ്ടോ? ഹാദിഹി ദൂതത്തുൻ. ഹാദിഹി ദൂതത്തുൻ. ദൂതത്ത് നമുക്കറിയാലോ, എഴുതാൻ പഠിക്കണം അല്ലേ? ജറാദ്. ഹാദ ജറാദ് അല്ലേ? ഹാദ ജറാദ്. ജറാദ് എന്ന് എഴുതാൻ അറിയില്ലേ? ജറാദ് എന്ന് എഴുതാനും പഠിക്കണം, വായിക്കാനും പഠിക്കണം അല്ലേ? ഓക്കെ. ഫറാശത്ത്. ഫറാശത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പൂമ്പാറ്റയാണ് അല്ലേ? അപ്പോൾ ഹാദിഹി ഫറാശത്തുൻ അല്ലേ? ഹാദിഹി ഫറാശത്തുൻ. കുറച്ച് ജീവികളുടെ പേര് നമുക്ക് അവിടെ പഠിക്കാനുണ്ട് അല്ലേ? ജറാദ്, ദൂതത്ത്, ഫറാശത്ത്, ഉസ്ഫൂർ, സമക്ക്, മറ്റേതെന്താണ്? ലക്ക് ലക്ക് അല്ലേ? ലക്ക് 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 എന്താ? കൊക്ക് അല്ലേ? ഇനി ഇവിടെ നമുക്ക് ഹാദ ഹാദിഹി. ഹാദ ഹാദിഹി. ഹാദ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്. ഹാദിഹി ഇത്. പക്ഷേ അത് ചിലതിന് മുഅന്നസായിട്ടുള്ളതിന് ഹാദിഹി വരും, മുദക്കറായിട്ടുള്ളതിന് ഹാദ വരും അല്ലേ? അവസാനം ഒരു താ കണ്ടോ നിങ്ങൾ? അങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാം അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ കൊടുത്തത് നോക്കൂ. എന്താ അവിടെ കൊടുത്തത്? എങ്ങനെയാ വായിക്കത്? ഹാദ ഹാദിഹി. ഫീൽ. ഫീൽ ആനല്ലേ? ഫീലിന് ഏതാ വേണ്ടത്? ഹാദ ഫീലുൻ. ഇത് ആനയാണ്. ഹാദിഹി ബത്തത്തുൻ. ബത്തത്തുൻ എന്ന് വന്നിട്ടില്ലേ? അവസാനം ഒരു താ കണ്ടോ നിങ്ങൾ? അപ്പോൾ നമുക്ക് ഹാദിഹി കൊടുക്കാം. ഓക്കെ. ഹാദിഹി ബത്തത്തുൻ. ഹാദ കിത്തുൻ. കിത്തത്തുൻ ഉണ്ടോ? ഇല്ലല്ലോ. കിത്തുൻ എന്നല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കുക? ഹാദ കൊടുക്കുക. ഹാദിഹി വേണ്ട. ഹാദ കിത്തുൻ. ഇത് പൂച്ചയാണ്. ഹാദിഹി കുറത്തുൻ. കുറത്തുൻ തുന്ന് വന്നില്ലേ? അപ്പൊ നമുക്ക് ഹാദിഹി കുറത്തുൻ. ഹാദ സമക്കുൻ. സമക്കുൻ മീൻ അല്ലേ? ഹാദ സമക്കുൻ. ഹാദിഹി ഹമാമത്തുൻ. ഇത് പ്രാവാണ്. പിന്നെന്താ ഉള്ളത് അവിടെ? ഹാദ തുഫാഹ്. ഇത് ആപ്പിൾ ആകുന്നു. ഹാദിഹി ബക്കറത്തുൻ. ഇത് പശുവാണ്. ഹാദ കൽബുൻ. ഇതെന്താണ്? ഇത് നായയാണ്. ഓക്കെ. നിങ്ങൾ 13ാമത്തെ പേജ് നോക്കൂ. അതിൽ കണ്ടില്ലേ നിങ്ങൾ? അല സഹറത്തി. അല സഹറത്തി. പൂവിന്മേൽ എന്താ ഉള്ളത്? ഫറാശത്തുണ്ട്. അലൽ വർക്കി. ഇലയുടെ മേൽ എന്തുണ്ട്? ദൂതത്തുണ്ട്. ദൂതത്തിന് എഴുതാൻ അറിയാലോ? ഒന്ന് എഴുതി നോക്കൂ. ഓക്കെ. അലശത്തിലെത്തി. ചെടിയുടെ മേൽ എന്താ ഉള്ളത്? ചെടിയുടെ മേല് ജറാദ് ഉണ്ട് അല്ലേ? ജറാദ് ഉണ്ട്. ഇനി നിങ്ങൾ 14ാമത്തെ പേജ് നോക്കൂ. 14ാമത്തെ പേജിൽ ഒരു പദപ്രശ്നം ഉണ്ട് അല്ലേ? ഇത് പൂരിപ്പിക്കാൻ. വാഹിദ് അവിടെ കൊടുത്തില്ലേ? വാഹിദ് കൊടുത്തെടുത്താണ് തുടങ്ങേണ്ടത് അല്ലേ? അപ്പൊ ഷജറത്തുൻ. ഷീന അവിടെ ഉണ്ട് അല്ലേ? ജറ എന്ന് എഴുതണം. ത അവിടെ ഉണ്ട് അല്ലേ? ഇനി രണ്ടാമത്തത് എന്താ? ജറാദിന്റെ ഒരു ചിത്രം അവിടെയുണ്ട്. ജറാദുൻ. ജീമ എഴുതണം അവിടെ. റാദുൻ. ജറാദുൻ. ഇനിയോ 3 എവിടെ? സലാസ എവിടെ? ഫറാശത്തുൻ അല്ലേ? ഫറാശത്തുൻ. അർബ എവിടെ? 4. ദൂതത്തുൻ. വാവ അവിടെയുണ്ട്. ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ എഴുതണം അല്ലേ? ദൂതത്തുൻ. പിന്നെയോ 5ാമത്തത് ഉറാബ് അല്ലേ? ഉറാബുൻ. പിന്നെയോ 6ാമത്തത് ത്വ അവിടെ ഉണ്ട് അല്ലേ? ഖിത്തുൻ പൂച്ച അല്ലേ? ഇത് നമ്മൾ താഴെ അവിടെ അങ്ങനെ തന്നെ എഴുതുക കേട്ടോ. അതേപോലെ നോക്കിയിട്ട് ഹാദ ആണോ ഹാദിഹി ആണോ എന്ന് നോക്കിയിട്ട് എഴുതുക. ഓക്കെ. പിന്നെ നമുക്ക് വായിക്കാനുണ്ട് അവിടെ. എത്രാമത്തെ പേജ്? 15 അല്ലേ? 15ാമത്തെ പേജിൽ ദൽബുൻ ജദ്വലുൻ വലദുൻ ദിഅബുൻ ഹിദാഉൻ തിൽമീദുൻ അല്ലേ? പിന്നെ നമുക്ക് അവിടെ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കത് കൂട്ടി എഴുതണം. വളരെ സിമ്പിളാണ് അല്ലേ? സിമ്പിൾ അല്ലേ? നിങ്ങൾ ചെയ്തില്ലേ? എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എ ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഹുദ് ഹുദ് അല്ലേ? അത് കൂട്ടി എഴുതണം. അത്രയേ ഉള്ളൂ. കബിദുൻ അല്ലേ? ദുറത്തുൻ കൂട്ടി എഴുതുക. പിന്നെന്താ? കുൻഫുദുൻ അല്ലേ? അതും കൂട്ടി എഴുതുക. ഇനി അടുത്ത പേജ് നോക്കൂ. അടുത്ത പേജിൽ നമുക്ക് 17ാമത്തെ പേജ്. 17ാമത്തെ പേജിൽ അവിടെ ഒരേപോലെയുള്ള വാക്കുകൾ എഴുതണം അല്ലേ? പദ്യത്തിൽ നോക്കിയിട്ട് സൊഈറത്തുൻ. സൊഈറത്തുൻ അമീറത്തുൻ. അത് അവിടെയുണ്ട്. ഇനി ഹവാ. ഹവാ പോലെയുള്ളത് പദ്യത്തിൽ നോക്കൂ നിങ്ങൾ. ഫലാ അല്ലേ?
ഫലാ എന്നാണ് നമുക്ക് അവിടെ എഴുതാം. പിന്നെ ബദീ അല്ലേ, ബദീ പോലെയുള്ള വാക്ക് ഏതാ എന്നുള്ളത് റബീ അല്ലേ, റബീ. ഓക്കെ. പിന്നെ നമുക്ക് അവിടെ ഫറാശത്തിന് കളറൊക്കെ ചെയ്തിട്ട് നമുക്കവിടെ ഫറാശത്തുൻ ഹാദിഹി ഫറാശത്തുൻ എഴുതണം അല്ലേ. ഇതേപോലെ ചിലപ്പോൾ ദൂതത്തിന്റെ ചിത്രമായിരിക്കാം കൊടുക്കുന്നത്, ചിലപ്പോൾ ജറാദിന്റെ ചിത്രമായിരിക്കാം. എന്തായാലും നമ്മൾ ഒരു ക്രയോൺ എടുക്കണം അല്ലേ, ക്രയോൺസ് എടുക്കണം, കളർ ചെയ്യാനുണ്ടാവും അല്ലേ. പിന്നെയോ 18ാമത്തെ പേജിൽ റാ വന്നിട്ടുള്ള വാക്കുകൾ എഴുതുക. ഇവിടെ പദ്യത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ റാ വന്നിട്ടുള്ളത്. പദ്യത്തിൽ ഏതൊക്കെ റാ വന്നിട്ടുള്ളത്? ഫറാശത്തിൽ റാ ഉണ്ടോ? ഉണ്ട്. അമീറത്തിൽ റാ ഉണ്ടോ? റാ ഉണ്ട് അല്ലേ. ഓക്കെ. തത്തീറു റാ അല്ലേ, റാ ഉണ്ട്. നൂറുൻ കന്നൂരി ഫിൽ ഫലാഇ എന്നുള്ളിടത്തിലൊക്കെ നൂരി അല്ലേ, നൂറ് അല്ലേ. ഓക്കെ. പിന്നെ ഏതാ റാ ഉള്ളത്? റബീഉൻ റാ. പിന്നെ ഫറാശത്തി എന്നുള്ളിടത്തിൽ റാ അല്ലേ. ഓക്കെ. പിന്നെ ഏതാ ഉള്ളത്? ഇനിയുണ്ടോ? സൊഈറത്തുൻ റാ ഉണ്ട് അല്ലേ. അമീറത്തുൻ. എത്ര റാ ഉള്ള വാക്കുകളാ അല്ലേ. ഇതേപോലെ ഏതെങ്കിലും ഒരു കുറച്ച് പിന്നെ പദ്യോ എന്തെങ്കിലും പാരഗ്രാഫ് എന്താ തന്നിട്ട് റാ ഉള്ള വാക്കുകൾ എഴുതാൻ വേണ്ടി പറയും. അപ്പൊ സിമ്പിൾ അല്ലേ, റാ എഴുതാൻ വേണ്ടി പറയും. ഇനി താഴെ കൊടുത്തൊന്ന് വായിച്ച് നോക്കൂ. റഅസുൻ, ജറസുൻ, ഖമർ അല്ലേ, സറാഫത്തുൻ, ജസറുൻ, റുസുൻ. എളുപ്പല്ലേ, റാ മനസ്സിലായില്ലേ. ഓക്കെ. ഇനി നമുക്ക് കൂട്ടി എഴുതാനാണ് 19ാമത്തെ പേജിൽ അല്ലേ. 19ാമത്തെ പേജിൽ നിങ്ങൾ നിറമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ പുസ്തകത്തിൽ അല്ലേ. പുസ്തകം എടുത്തില്ലേ, കിട്ടിയില്ലേ? ഓക്കെ. ഇനി ചിലരൊക്കെ ഇപ്പോഴാണ് ക്ലാസ്സിന് വരുന്നത് അല്ലേ. എല്ലാവർക്കും അറബിക് ബൂസ്റ്ററിലേക്ക് സ്വാഗതം അല്ലേ. ചിലപ്പോൾ ഇപ്പം വന്നവരൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഓക്കെ. കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. നിങ്ങൾ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിടുക. സാറ് ചോദിക്കുന്നതിന് ഉത്തരവൊക്കെ അതിലിടുക. ഇനി സഹറുൻ അല്ലേ. സഹറുൻ അങ്ങനെ കൂട്ടി എഴുതുക. ഓക്കെ. സഹറുൻ. ബർദുൻ കൂട്ടി എഴുതുക. നമിറുൻ കൂട്ടി എഴുതുക. മൗസുൻ അല്ലേ, മൗസുൻ കൂട്ടി എഴുതുക. ജസറുൻ, റഅസുൻ അല്ലേ. വായിക്കാൻ പഠിച്ചല്ലോ. ഓക്കെ. ഇനി നമുക്ക് 20ാമത്തെ പേജിലും 21ാമത്തെ പേജിലും ഒരു സംഭാഷണം ഉണ്ട് അല്ലേ, ഹിവാറുണ്ട് അല്ലേ. നിങ്ങൾ ഹിവാർ കണ്ടോ? ഓക്കെ. അതിലെന്താ പറയുന്നത്? സ്വബാഹുൽ ഖൈർ, സ്വബാഹുൻ നൂർ. അതെന്തായാലും നമ്മൾ പഠിക്കണം അല്ലേ. ഒന്നുകിൽ സ്വബാഹുൽ ഖൈർ എന്ന് എഴുതാനുണ്ടാവും, അല്ലെങ്കിൽ സ്വബാഹുൻ നൂർ അല്ലേ, അല്ലെങ്കിൽ മസാ ഉൽ ഖൈർ, മസാ അൻ നൂർ അല്ലേ, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. ഇത് ഏതെങ്കിലും വരും അല്ലേ. അപ്പോൾ മൻ മാക്ക, നിന്റെ കൂടെ ആരാണ്? സദീഖത്തി, എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരിയാണ്. അന ഫറാശത്തുൻ, ഞാൻ പൂമ്പാറ്റയാണ്. വഅൻത, നീ ആരാണ്? അന ഉസ്ഫൂർ, ഞാൻ കുരുവിയാണ്. കൈഫൽ ഹാലുക, എന്താണ് നിന്റെ വിശേഷങ്ങൾ, നിന്റെ സ്ഥിതി എന്താണ്? എന്തെല്ലാം നമ്മൾ ചോദിക്കല്ലേ, എന്തെല്ലാം വിശേഷം ചോദിക്കല്ലേ, അതാണ് കൈഫൽ ഹാൽ. നല്ലത് തന്നെ. എങ്ങനെ പറയാ? സൈൻ അല്ലെങ്കിൽ ഖൈർ, നല്ലത് തന്നെ. സൈൻ അൽഹംദുലില്ലാ. ഇല ഐന, നീ എവിടേക്കാണ് പോകുന്നത്? ഇലൽ ബുസ്താൻ, ഞാൻ പൂന്തോട്ടത്തിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പൊ അവിടെ വേറെ എന്തെങ്കിലും? ഇലൽ മദ്രസ, ഞാൻ സ്കൂളിലേക്കാണ് പോകുന്നത്. ഇലൽ ബൈത്ത്, ഞാൻ വീട്ടിലേക്കാണ് പോകുന്നത് എന്നൊക്കെ എഴുതാ അല്ലേ. ഇലൽ മൈദാൻ, ഞാൻ മൈതാനത്തേക്കാണ് പോകുന്നത്. നമ്മൾ 1ാം ക്ലാസ് പഠിച്ചില്ലായിരുന്നോ? ഇലൽ ബുസ്താൻ, ഞാൻ പൂന്തോട്ടത്തിലേക്കാവുന്നു പോകുന്നത്. നദ്ഹബു മഅ, നമുക്ക് ഒരുമിച്ച് പോകാം അല്ലേ. ഇവിടെ നമുക്ക് കുറച്ച് വാക്കുകൾ ഇതേപോലെ നമുക്ക് പഠിക്കണം, എന്ന് എഴുതി പഠിക്കണം അല്ലേ. നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതിയില്ലേ? നോട്ട് ബുക്കിൽ എഴുതിയതൊക്കെ നോക്കുക. സാർ ഇതാ അവിടെ നിങ്ങൾ കണ്ടില്ലേ, അവിടെ ഇട്ടിരിക്കുന്നത് എന്താ? അത് വായിക്കൂ. വായിച്ചു നോക്കൂ. കുറച്ച് കലിമാത്ത് തഹദീബിയ എന്നാണ് ഇതിന് പറയാ കേട്ടോ. അൽ കലിമാത്ത് തഹദീബിയ, സബാഹുൽ ഖൈർ, സബാഹുൻ നൂർ. ഇനി മസാ ഉൽ ഖൈർ, മസാ, അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. പിന്നെന്താ? മസാ ഉൽ ഖൈർ, മസാ അൻ നൂർ. കൈഫൽ ഹാൽ? സൈൻ അൽഹംദുലില്ലാ. ശുക്രൻ, ഒഫ്വൻ. ശുക്രൻ എഴുതാൻ പഠിക്കണം. എഴുതി നോക്കൂ. ഒരു 5 പ്രാവശ്യം ശുക്രൻ എഴുതി നോക്കൂ. ഒഫ്വൻ എഴുതി നോക്കൂ. ഒഫ്വൻ അല്ലെ. ഒഫ്വൻ എങ്ങനെ എഴുതുക? അയിന് എഴുതാൻ പ്രയാസമുണ്ടോ? ഇല്ലല്ലോ. എഴുതി പഠിച്ചോളൂ കേട്ടോ. ഓക്കെ. അത് എഴുതി പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് 22ാമത്തെ പേജിലുള്ളത് അല്ലേ. അങ്ങനെ ഇനി നമുക്ക് ഏത് പേജ് നോക്കാന്നറിയോ? ഇനി നമുക്ക് 25ാമത്തെ പേജ് നോക്കാം. 25ാമത്തെ പേജ്. ഓക്കെ. അതിനിടക്ക് ബിർക്കത്ത്, കുളത്തിന് എന്താ പറയുക? ബിർക്കത്ത് അല്ലേ. ബിർക്കത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. 24ാമത്തെ പേജ് നോക്കൂ നിങ്ങൾ. 24ാമത്തെ പേജിൽ നമുക്കൊന്ന് വായിക്കാനുണ്ടല്ലോ.
ഫിൽ ബിർക്കത്തി കുളത്തിൽ സമക്കുൻ മീനുണ്ട്. യസ്ബഹു സമക്കു മീൻ എന്ത് ചെയ്യാണ്? നീന്തുകയാണ്. ഫിൽമാ ഈ വെള്ളത്തിൽ. ഇന്ദൽ ബിർക്കത്തി കുളത്തിന്റെ അടുത്ത് എന്തുണ്ട്? ലക്കുലക്കുൻ. ലക്കുലക്കുൻ ആരാ? കൊക്ക്. യക്കിഫുൽ ലക്കുലക്കു ലക്കുലക്ക് എവിടെ നിൽക്കുന്നത്? അല സൊഹ്റത്തി പാറന്റെ മേല് നിൽക്കുക അല്ലെ മൂപ്പര്. ഓക്കെ, ഇനി 25-ാമത്തെ പേജ് നോക്കൂ. അവിടെ അറാസുൻ കസീറത്തുൻ. അറാസ് എന്ന് പറഞ്ഞാൽ ചെടികൾ. കസീറത്തുൻ ധാരാളം ചെടികളുണ്ട്. വറദുൻ അഹ്മർ ചുവന്ന പൂവ് വറുതുണ്ട് അല്ലേ. ഷത്ലത്തുൻ സഈർ ചെറിയൊരു ചെടിയുണ്ട്. ഇനിയോ, ഇനി 26-ാമത്തെ പേജ് നോക്കൂ നിങ്ങൾ. 26-ാമത്തെ പേജിൽ എന്താ ഉള്ളത്? അവിടെ ആന കണ്ടോ? ആനക്ക് എന്താ പറയാ? ഫീൽ അല്ലേ. ഫീൽ എന്നാ പറയാ. ഫീൽ എന്ന് പറഞ്ഞ ആന. യഷ്റബു വെള്ളം കുടിക്കുന്നു. യഷ്റബുൽ ഫീലു അൽമാ വെള്ളം കുടിക്കുകയാണ്. യഷ്റബു കുടിക്കുന്നു. യർക്കുസു നൃത്തം ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു. ആര്? താവൂസ് മയിൽ അല്ലേ. യഅ്കുലുൽ കിർദു യഅ്കുലു തിന്നുന്നു അല്ലേ. തിന്നുന്നു. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചിട്ടല്ലേ പഠിക്കാനിരിക്കുന്നത്? ഭക്ഷണം കഴിക്കണം കേട്ടോ. ഓക്കെ. യഅ്കുലുൽ കിർദു കിർദാര കുരങ്ങൻ എന്താണ് തിന്നുന്നത്? മൗസ പഴം തിന്നുകയാണ് അല്ലേ. പഴം തിന്നുകയാണ്. അപ്പോ എന്താണ്? യർക്കുസു നൃത്തം ചെയ്യുന്നു, യഅ്കുലു തിന്നുന്നു, യശ്റബു കുടിക്കുന്നു. ഓക്കെ, ഇനി 27-ാമത്തെ പേജില് കുറച്ച് ജീവികളുടെ പേര് നമ്മളിപ്പോൾ പറഞ്ഞതാണ്, എല്ലാവർക്കും അറിയാം. സമക്ക്, പിന്നെന്താ ലക്ക്, പിന്നെ വർദ്ധുണ്ട്, ലഫ്ദ ഉണ്ട്, പിന്നെ താവൂസ് ഉണ്ട് അല്ലേ. താവൂസ്. പിന്നെ ആരാ വള്ളിമേൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്? ഒരു പഴമൊക്കെ അങ്ങനെ കൈ പിടിച്ചിട്ട് ആരാ നിൽക്കുന്നത്? മൗസ് തിന്നുന്ന ആരാ? കിർദ് അല്ലേ. കിർദ്. പിന്നെ ഫീൽ എന്താണ്? ഫീൽ ആന അല്ലേ. പിന്നെ 3 കൂട്ടുകാരുണ്ടല്ലോ അവിടെ. അസ്ഥിക്ക കൂട്ടുകാരൊക്കെ ആയിരുന്നു? ജറാദ്, പിന്നെ ഫറാശത്ത്, മറ്റേതാര ഉസ്ഫൂർ എന്ന് എഴുതി പഠിക്കാൻ മറന്നു വെറുതെ. ഉസ്ഫൂർ. ഇനി നമുക്ക് 28-ാമത്തെ പേജ് നോക്കാം. 28-ാമത്തെ പേജ് നോക്കൂ നിങ്ങൾ. അവിടെ നമുക്ക് കുറച്ച് വായിക്കാനുണ്ട്. സഖറുൻ, ബസലുൻ, കഫസുൻ, അവ്വാസുൻ ല്ലേ, ദൈഫുൻ, ഉദ്വുൻ, മരീദുൻ, അർദുൻ ല്ലേ. ലാ വന്നിട്ടുള്ള വാക്കുകൾ എഴുതാൻ പറയുന്നതെങ്കിൽ നമ്മൾ മറന്നു വെറുതെ. സ്വാന്ന് നമ്മൾ പഠിച്ചില്ലേ? അതിന്റെ മുകളിൽ എത്ര പുള്ളിയുണ്ട്? 1 അല്ലേ. ഒരു വാഹിദ്, ഒരു പുള്ളിയല്ലേ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് 29-ാമത്തെ പേജ് നോക്കാം. എത്രാമത്തെ പേജാ? 29. അതൊന്ന് വായിച്ചു നോക്കൂ. അബിയല് അല്ലെ. അബിയല് കൂട്ടി എഴുതണം. ഉസ്നുൻ കൂട്ടി എഴുതണം. സ്വദറുൻ കൂട്ടി എഴുതണം. സ്വദറെന്ന് കൂട്ടി എഴുതുമ്പോൾ സ്വാന്റെ ഒരു കൊട്ട പോലത്തെ ഒരു ഇതില്ലേ, താഴോട്ടുള്ള അതുണ്ടാവില്ല അല്ലേ. സൂസ് എന്ന് എഴുതുമ്പോൾ അങ്ങനെ തന്നെയാണ്. അവസാനം ഉണ്ടാവും. അബിയൽ എന്ന് കൂട്ടി എഴുതുമ്പോൾ യാന്റെ തലയുണ്ടാകില്ല, അവസാന ഭാഗം ഉണ്ടാകില്ല അല്ലേ. ഓക്കെ, വഹദയില് അത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ വഹദ എന്തിനെ കുറിച്ചായിരുന്നു? വൃത്തിയാക്കുന്നതിനെ കുറിച്ചായിരുന്നു അല്ലേ. അവിടെ മാലിന്യങ്ങൾ പിന്നെ ഒരാൾ നിക്ഷേപിക്കുന്നത്. അപ്പോൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുതെന്ന് പറയുന്നത് അവിടെ ഒരു കുമാമ അല്ലേ. കുമാമ എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ അല്ലേ. അങ്ങനെ പിന്നെ വേസ്റ്റുകളൊക്കെ എടുത്തു കൊണ്ടുപോകുന്നതിനെ പറ്റിയൊക്കെ അല്ലേ. വേസ്റ്റുകൾ നിക്ഷേപിക്കരുത്, വേസ്റ്റുകൾ അവിടെ എവിടെയും മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ അല്ലേ. നമ്മൾ മാലിന്യങ്ങൾ വലിച്ചെറിയലുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, മാലിന്യങ്ങളൊന്നും വലിച്ചെറിയരുത്. അത് എവിടെയാ കൊണ്ടിടേണ്ടത്? അതിന് ഓരോരോ സുന്തൂക്കുകളുണ്ട് അല്ലേ. ആ സുന്തൂക്കിലാണ് ഇടേണ്ടത്. ഇനി 35-ാമത്തെ പേജ്. 35-ാമത്തെ പേജിൽ നമുക്ക് കാണാം അൽ കുമാമ ഫിൽ കിത്താർ. തീവണ്ടിയിലാണോ ഇവിടെ കുമാമ മാലിന്യങ്ങൾ കൊണ്ടുവന്നത്? അൽ കുമാമ ഫി ഷാഹിനയിലാണോ, ലോറിയിലാണോ? അൽ കുമാമ ഫി ഹാഫില ബസ്സിലാണോ? ഹാഫില എന്ന് പറഞ്ഞാൽ ബസ്, കിത്താർ തീവണ്ടി ട്രെയിൻ അല്ലേ. ഷാഹിന ലോറി, ഹാഫില ബസ്. ഇവിടെ എന്തിലാ? ഷാഹിന അല്ലേ. ഷാഹിന ലോറിയിലാണ്. പിന്നെയോ യജ്മാവു ശേഖരിക്കുന്നു അല്ല ഉമ്മാലു തൊഴിലാളികൾ അൽ കുമാമ മാലിന്യങ്ങൾ ഉമ്മാലുകൾ തൊഴിലാളികൾ ശേഖരിക്കുന്നു, എടുത്ത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. യജ്മാവു കൃഷിക്കാരൻ
ശേഖരിക്കുന്നു ഫവാക്കിഹ മാലിന്യങ്ങൾ. ഇവിടെ കൃഷിക്കാരൻ അല്ല പഴങ്ങൾ, ഫവാക്കിഹ പഴങ്ങൾ ശേഖരിക്കുകയാണോ? അല്ലല്ലോ, അല്ല, ഇത് കുമാമയാണ്, പഴങ്ങളല്ല അല്ലേ. യജ്മഉൽ വലതു ആൺകുട്ടി ശേഖരിക്കുന്നു, ഒരുമിച്ച് കൂട്ടുന്നു, അൽ കുമാമ മാലിന്യങ്ങൾ. ആൺകുട്ടി ഒരു ആൺകുട്ടിയാണോ അത്? അല്ലല്ലോ, അത് തൊഴിലാളികളാ, യൂണിഫോം ഒക്കെ ഇട്ടില്ലേ. അവര് ഹരിത കർമ്മസേനന്റെ ആളുകളൊക്കെ വരാറില്ലേ വീട്ടിലൊക്കെ, സ്കൂളിലൊക്കെ വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ആരാണ് ഇവിടെ ഒരുമിച്ച് കൂട്ടുന്നത്, ശേഖരിച്ച് കൊണ്ടുപോകുന്നത്? ഒന്നാമത്തതാണ് ശരി, അതാണ് അവിടെ എഴുതേണ്ടത്. യജ്മഉൽ ഉമ്മാലു അൽ കുമാമ അല്ലേ. ഇനി നോക്കൂ നിങ്ങൾ 36-ാമത്തെ പേജിൽ നമുക്കൊന്ന് വായിക്കാം. ബദ്റുൻ ബദ്റുൻ തൊബീബുൻ ഉറാബുൻ സമറുൻ ബസ്റത്തുൻ. മറ്റേതെന്താ? ലൈസുൻ അല്ലേ. ലൈസല്ല, ലൈസാണോ? ലൈസ് കഴിക്കലുണ്ടോ നിങ്ങൾ? ലൈസൊന്നും കഴിക്കരുത് അല്ലേ, ഇതൊക്കെ ശരീരത്തിന് കേടാണ് അല്ലേ. ഓക്കെ, ലൈസുൻ, ഇത് ലൈസല്ല, ലൈസ കേട്ടോ, ലൈസുൻ. ഇനി നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അക്ഷരങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് കൂട്ടി എഴുതാൻ പറയുന്നുണ്ടല്ലേ നമ്മളോട്. ബുൽബുൽ എന്ന് എഴുതാൻ എളുപ്പല്ലേ. ജബലുൻ, നിങ്ങളൊന്ന് എഴുതി നോക്കൂ, എഴുതണേ, നോട്ട്ബുക്കിൽ എഴുതണേ, ഇതൊക്കെ ഒന്നുകൂടി എഴുതി നോക്കൂ കേട്ടോ. സഅലബുൻ അദബുൻ അല്ലേ. അദബുൻ കൂട്ടി എഴുതുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലേ. ഒന്ന് എഴുതി നോക്കൂ. ഇനി പ്രധാനപ്പെട്ട ഒരു സാധനമാണ്, പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഇതെന്തായാലും മിക്കവാറും വരാൻ സാധ്യതയുണ്ട് എന്നാണ് സാറിന് തോന്നുന്നത്. എന്താണ് ഇതിൽ? കുറെ ബോക്സുകളുണ്ട്, നിറങ്ങളിൽ, വ്യത്യസ്ത നിറങ്ങളിലുള്ള ബോക്സുകളുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ കുമാമ എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ. കുമാമൽ ഔറാഖ്, ഈ പേപ്പർ വേസ്റ്റുകൾ എവിടെ ഇടുക? ഫി സുന്ദൂക്കിൽ അസ്റക്ക് നിറമുള്ള സുന്ദൂക്കിൽ, ബോക്സിലാണ് ഇടുക. അസ്റക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നീല അല്ലേ. ഇനി കുമാമത്തൊആമി, ഫുഡ് വേസ്റ്റുകൾ എവിടെയാണ് ഇടുക? ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടാവുകയല്ലേ, പരമാവധി ബാക്കിയാക്കരുത് അല്ലേ, ഒക്കെ കഴിക്കുക. ബാക്കിയാക്കാവോ? ബാക്കിയാക്കേണ്ടത് പരമാവധി കഴിക്കണം അല്ലേ, തീർത്ത് കഴിക്കണം. ഇനി ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ എവിടെ? നമ്മൾ പഴം തിന്നിട്ടുണ്ടേ, പഴത്തിൻ്റെ തൊലി തിന്നാനാവോ? തിന്നാനാകില്ലല്ലോ. അപ്പോൾ തൊലിയൊക്കെ വേസ്റ്റ് കൊട്ടയിലിടണ്ടേ. അപ്പോൾ ഫി സുന്ദൂക്കിൽ അഹ്ലർ നിറത്തിലുള്ള സുന്ദൂക്കിലാണ് അതിടേണ്ടത്, ഭക്ഷണ വേസ്റ്റുകളെ. കുമാമൽ ലദാഇൻ, പ്ലാസ്റ്റിക് വേസ്റ്റുകളോ? പ്ലാസ്റ്റിക് സ്കൂളിലേക്ക് കൊണ്ടുവരരുത്. വീട്ടിൽ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലദാഇൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു അഹ്മർ കൊട്ടയിലിടണം. നിങ്ങളെ വീട്ടിലുണ്ടോ അഹ്മർ സുന്ദൂക്ക് ഉണ്ടോ? ചുവന്ന പെട്ടി ഉണ്ടോ? അതിലാണ് ഇടേണ്ടത്. അപ്പൊ കുമാമൽ ലദാഇൻ ഫി സുന്ദൂക്കി അഹ്മർ, ചുവപ്പ് ബോക്സിലാണ് അതിടേണ്ടത് അല്ലേ. ഇനിയോ ചില നിറങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഇത് ഒന്ന് പൂരിപ്പിച്ച് നോക്കൂ നിങ്ങൾ. എത്രാമത്തെ പേജാ? 38-ാമത്തെ പേജിൽ അസ്റക്ക് ഏതാ? അസ്റക്ക് എങ്ങോട്ടാണ് വേണ്ടത്? പിന്നെ അവിടെ ഏതാ കൊടുക്കേണ്ടത്? പേപ്പർ വേസ്റ്റ് അല്ലേ. അഹ്മർ കളർ, അഹ്മർ ചുവപ്പല്ലേ. ചുവപ്പ് കളർ, അതെങ്ങോട്ടാ വേണ്ടത്? പ്ലാസ്റ്റിക് അല്ലേ. ഇനിയോ അഹ്മർ ചുവപ്പ് പ്ലാസ്റ്റിക്. ഇനി അഹ്ലർ ഏതാ? ഭക്ഷണ വേസ്റ്റുകൾ അല്ലേ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഏതാ ഉള്ളത്? ഇനി 41-ാമത്തെ പേജിൽ നോക്കൂ നിങ്ങൾ. എന്താ അത്? തെൻവീനുകൾ. ഇവിടെ എന്താ പഠിക്കുന്നത്? തെൻവീനുകളാണ് പഠിക്കുന്നത് അല്ലേ. തെൻവീൻ എന്ന് പറഞ്ഞാൽ ഹർക്കത്തുകൾ ഇരട്ടിച്ചത് അല്ലേ. ഹാദ കിത്തുൻ, ഉൻ എന്ന് കണ്ടില്ലേ. കിത്തുൻ സഈറുൻ, കിത്തുൻ സഈറുൻ. റഅയ്തു സഹ്റൻ ജമീലൻ അല്ലേ. കതബ്തു ബികലമിൻ, മിൻ കണ്ടില്ലേ. മിൻ കസറ് 2 വന്നത്. മിൻ ജദീദിൻ അല്ലേ, ജദീദിൻ. അപ്പോൾ ഓരോ ഹർക്കത്തുകൾ എവിടെയൊക്കെയാണ് വന്നിരിക്കുന്നത് അല്ലേ, അതൊക്കെ നമുക്ക് എഴുതാം. ഇനി പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളതാ അല്ലേ. ഇതെന്താ? റഅസ് അല്ലേ. റഅസാണ്. ഏതാ പേജ്? 42 അല്ലേ. ഇതോ ഉദുനല്ലേ. നിങ്ങൾക്ക് ഉദുനല്ലേ? എത്ര ഉദുനുണ്ട്? വാഹിദുൻ ഇസ്നാനി, 2 അല്ലേ. 2. അയിനെന്താ? അയിന് കണ്ണാണ് അല്ലേ. എത്ര കണ്ണുണ്ട്? അയിനുൻ അല്ലേ. അയിനൈന്.
ഇനി അടുത്തത് അൻഫുൻ. അൻഫ് എത്ര ഉണ്ട്? അൻഫ് ഒന്നല്ലല്ലോ. അൻഫുൻ അല്ലേ? അൻഫുൻ എഴുതാൻ അറിയല്ലേ? ഓക്കെ. സിന്നുൻ. സിന്നുൻ. സിന്ന് നമ്മൾ നല്ലോണം തേക്കണം അല്ലേ? രാത്രി ഭക്ഷണം കഴിച്ചിട്ടും സിന്ന് തേക്കണം. അസ്നാൻ തേക്കണം അല്ലേ? സിന്ന് പല്ല് തേക്കണം. ഓക്കെ. സിന്ന്. യദുൻ. യദുൻ ഏതാ? യദുൻ. യദുൻ അല്ലേ? കൈ. യദുൻ. പിന്നെ റിജില്. റിജില് കാല് അല്ലേ? റിജില് കാല്. ഇനി നമുക്ക് നോക്കാം എത്രാമത്തെ പേജാ? 43-ാമത്തെ പേജ്. 43-ാമത്തെ പേജിൽ എന്താ ഉള്ളത്? 43-ാമത്തെ പേജിൽ വൃത്തിയാക്കാൻ വേണ്ടി വൃത്തിയാക്കണം അങ്ങനെ ഒരു പിന്നെ എന്താ പറയുക ഒരു സൈൻ ബോർഡുകളാണ്, ഒരു നിർദ്ദേശ ബോർഡുകളാണ് അല്ലേ? ശുചിത്വ ബോർഡുകൾ അല്ലേ? ഓക്കെ. എന്തെല്ലാം അവിടെ ഞാനിതാ ഒരു ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്നു, ഹാഫിൽ അലാ നലാഫത്തിൽ ബൈത്തി, നിങ്ങൾ വീട് വൃത്തിയായി സൂക്ഷിക്കുക. ഹാഫിൽ അലാ നലാഫത്തിൽ ബിആ. ബിആ ബിആ പരിസരം അല്ലേ? പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ബിആ എന്ന് എഴുതാൻ എഴുതി തന്നെ പഠിക്കണേ. എങ്ങനെ ബിആ എന്ന് എഴുതുക നോക്ക് നിങ്ങൾ? ബിആ അല്ലേ? ഓക്കെ. ഹാഫിൽ അലാ നലാഫത്തിൽ ജിസ്മി, ശരീരം. ജിസ്മ എന്ന് പറഞ്ഞാൽ ശരീരം. ജിസ്മ ശരീരം. ശരീരം വൃത്തിയായി സൂക്ഷിക്കുക. ഇനിയോ അതിന്റെ അവസാനത്തിൽ 43-ാമത്തെ പേജിന്റെ അവസാനം ലാസ്റ്റ് എന്താ ഉള്ളത്? നുനല്ലിഫു, നമുക്ക് വൃത്തിയാക്കാം. സ്വബാഹൻ, എന്ത് വൃത്തിയാക്കാം? രാവിലെ എന്ത് വൃത്തിയാക്കാം? രാവിലെ എന്താ വൃത്തിയാക്കുക? കൈ നമുക്ക് വൃത്തിയാക്കാം. യദുൻ ആണോ? അതാണോ വേണ്ടത്? അസ്നാൻ അതാണോ വേണ്ടത്? റിജില് അതാണോ വേണ്ടത്? രാവിലെ എല്ലാം വൃത്തിയാക്കൂ അല്ലേ? ഓക്കെ. ഏതാ വേണ്ടത് നിങ്ങൾ പറയൂ. നുനല്ലിഫു ഡാഷ് സബാഹൻ, രാവിലെ എന്ത് വൃത്തിയാക്കാം? പല്ല് വൃത്തിയാക്കാം എന്നാ. ഓക്കെ. നുനല്ലിഫുൽ അസ്നാന സബാഹ. നുനല്ലിഫു നമുക്ക് വൃത്തിയാക്കാം. കബലൽ അക്ലി, ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് എന്ത് വൃത്തിയാക്കാം? എന്ത് വൃത്തിയാക്കാം? ഓക്കെ. യദ് വൃത്തിയാക്കാം അല്ലേ? ഇങ്ങനെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഏതും തിരഞ്ഞെടുത്ത് എഴുതാൻ പറ്റിയിട്ടുള്ള ഉത്തരം എഴുതാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും കേട്ടോ. പുതിയ പുതിയ പുസ്തകത്തിൽ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നുനല്ലിഫുൽ യദ കബലൽ അക്ലി അല്ലേ? അങ്ങനെ എഴുതാം. നുനല്ലിഫു നമുക്ക് വൃത്തിയാക്കാം. ഡാഷ് ബഅദൽ ലഅബി, കളിച്ചതിന് ശേഷം. കളിച്ചതിന് ശേഷം നമുക്ക് എന്ത് വൃത്തിയാക്കാം? റിജല്. ഫുട്ബോളൊക്കെ കളിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? റിജല്. അപ്പോൾ അസ്നാൻ പല്ലുകൾ, റിജല് കാല്, യദ് കൈ. ഇനി നമുക്ക് 44-ാമത്തെ പേജിൽ ഒന്ന് വായിച്ചു നോക്കൂ. ഫീലുൻ, ഫുൽഫുൽ, മിഅ്തഫുൻ, ലർഫുൻ, കിനാ, ലക്ലക്കുൻ, ജംബക്കുൻ, സോക്കുൻ അല്ലേ? ഇനി അതേപോലെ തന്നെ 45-ാമത്തെ പേജിൽ അതും വായിക്കാം. ജമലുൻ, നജ്മുൻ, മൗജുൻ, ഹബ്ലുൻ, ലഹ്മുൻ, മിൽഹുൻ, ഖുബ്സുൻ, നഖ്ലുൻ, ബിത്തീഖുൻ അല്ലേ? പിന്നെ നമുക്ക് 45-ാമത്തെ പേജിൽ കൂട്ടി എഴുതാനാണുള്ളത്. എങ്ങനെ എഴുതുക? ഹബ്ലുൻ, പറയോ വായിക്കോ? നജ്മുൻ, മത്ബഹ്, മീമിന്റെ വാലൊക്കെ പോലെ മത്ബഹ്, ലൗഹുൻ അല്ലേ? നിങ്ങൾ എഴുതിയില്ലേ? ലൗഹുൻ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് 46-ാമത്തെ പേജിൽ ഒരു പദ്യമുണ്ട് അല്ലേ? അതിൽ നിന്ന് നൂന് വന്നിട്ടുള്ള ആ പദ്യത്തിൽ നൂന് വന്നിട്ടുള്ള വാക്കുകൾ എഴുതാനുണ്ട്. ഇതിലേതൊക്കെ നൂന് വന്നത്? ഉനല്ലിഫു നൂനുണ്ടോ? നൂനുണ്ട് അല്ലേ? പിന്നെ ഏതാ? മിന നൂനില്ലേ? നൂനുണ്ട്. ഉനല്ലിഫു അത് നമ്മൾ എഴുതി. പിന്നെ ഏതാ നൂനുള്ളത്? അസ്നാനി അല്ലേ? അസ്നാനി നൂനില്ലേ? നൂനുണ്ട്. പിന്നെ ഏതാ ഉള്ളത്? ഉനല്ലിഫുഹ. പിന്നെ ഏതാ ഉള്ളത്? അതേ ഉള്ളൂ അല്ലേ നൂനുള്ളത്? ഓക്കെ. നൂനുള്ള വാക്കുകൾ നസ്ർ, ഇനബ്, സമനുൻ, റുമ്മാൻ കണ്ടില്ലേ നിങ്ങള് 47-ാമത്തെ പേജിൽ? ഓക്കെ. അതിലുണ്ട് കൂട്ടി എഴുതാൻ അല്ലേ? ഓക്കെ. ഒക്കെ നമുക്ക് ഏതായാലും നോക്കിയല്ലേ എല്ലാം കൂടി വായിക്കാം അല്ലേ? ഇതുകൂടി വായിക്കാം. നമിറുൻ അല്ലേ? ഒനമുൻ, മൻസിലുൻ അല്ലേ? ഉദുനുൻ. ഉദുനുൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഉദുനുൻ എന്തായിരുന്നു? ചെവി. ഇനി നിറങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. സർദ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഏതാ കളറ്? അഹ്മർ. അഹ്മർ റെഡ്. അസ്ഫർ അല്ലേ? അസ്ഫർ യെല്ലോ അല്ലേ? മഞ്ഞയാണ്. അഹ്ലർ. അഹ്ലർ 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 എന്നാട്ടോ. ഏതാണ്? പച്ച. അസ്റക്ക്. അസ്റക്ക് നീല ബ്ലൂ. അബിയൽ വൈറ്റ് അല്ലേ? അബിയൽ വെള്ള.
അസ്വദ്. അസ്വദ് ബ്ലാക്ക്, കറുപ്പ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ സ്പീഡിലാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സമയമല്ല അല്ലേ? നിങ്ങൾക്ക് വായിക്കാൻ സമയമുണ്ടോ? കുറച്ചൊക്കെ സമയം കണ്ടെത്തണം അല്ലേ? പരീക്ഷ അല്ലേ? അപ്പോൾ പരീക്ഷ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഇസ്മ എഴുതണം അല്ലേ? നമ്മുടെ പേര് അറബിയിൽ എഴുതുക. ഓക്കെ, ഇസ്മ അൽ ഇസ്മ എന്ന് കാണാം. ചിലപ്പോൾ അൽ ഉണ്ടാകില്ല, ഇസ്മ എന്ന് ഉണ്ടാവും അല്ലേ? പിന്നെ അൽ മദ്രസത്തുൻ, നമ്മുടെ മദ്രസൻ്റെ സ്കൂളിൻ്റെ പേര് എഴുതുക അല്ലേ? സ്കൂളിൻ്റെ പേര് അറബിയിൽ എഴുതുക. അൽ മദ്രസത്തുൽ ഇബ്തിദാഇയ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ പിന്നെ വേറെ ആയിരിക്കും നമ്മുടെ സ്കൂളിൻ്റെ പേര്. ആ സ്കൂളിൻ്റെ പേര് എന്താണോ അത് വെച്ചിട്ട് എഴുതുക. ചിലപ്പോൾ പിന്നെ നമ്മൾ സ്കൂളിൻ്റെ പേര് അറബിയിൽ എഴുതി പഠിച്ചിട്ടുണ്ടാകില്ല, അത് എഴുതി പഠിക്കുക. ഓക്കെ, അങ്ങനെ ഉഷാറായിട്ട് നമ്മൾ അറബിക് പരീക്ഷ എഴുതുക. എല്ലാവർക്കും ഫുൾ എ ഗ്രേഡ് കിട്ടും. കിട്ടും. അപ്പോൾ പരീക്ഷ നമ്മൾ ശ്രമിക്കണം. സാറ് കുറേ എഴുതി പഠിക്കാൻ പറഞ്ഞില്ലേ, അതൊക്കെ എഴുതി പഠിക്കണം. അതിനാണ് നമ്മൾ അറബിക് പോസ്റ്റർ വെച്ചത് അല്ലേ? ഓക്കെ, എല്ലാവർക്കും നന്നായി പരീക്ഷ എഴുതുവാൻ സാധിക്കട്ടെ എന്ന് സാറ് പ്രാർത്ഥിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും സെറ്റല്ലേ? പരീക്ഷയ്ക്ക് സെറ്റല്ലേ? ഓക്കെ, ബൈ, ശുക്രൻ.